എനിക്കിഷ്ടമുള്ളൊരു പ്ലാന്റ് നടുക കേട്ടോ ഞാൻ ചെയ്യണത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഫിലോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ അതിൽ ആ വർഗത്തിൽപ്പെട്ടൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മൾ ചുവരിനോട് അടുപ്പിച്ച് ചെയ്യണതെന്ന് വെച്ചാൽ ഈ ചുവരിൽ ഇങ്ങനെ പിടിച്ച് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ചുവര് കേട് വന്നാൽ എന്താ സ്ഥിതി എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ നടുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വേര് പിടിക്കണമെങ്കിൽ കുറച്ചൊരായം വേണം. എൻ്റെ ആരോഗ്യം ഇത്രയേ ഉള്ളൂ. ഇത് കുഴിക്കാനുള്ള ആരോഗ്യം എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ കുഴിയാട്ടോ. കുറച്ചൊക്കെ വേര് താഴേക്ക് ഓടണം. ഇതാണ് ആ ചെടി. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ചട്ടിയിൽ ഏതോ കാലത്ത് ഞാൻ നട്ട് വെച്ചതാണ്. അപ്പോൾ അത് മുറിച്ചിട്ട് ഞാൻ ആ കുഴിക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടായാലെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ നടുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരികയാണ്. അറിയാത്തവരുണ്ടാവും. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ പിടിച്ച് വന്ന് നല്ല അതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാവും മേലേക്ക്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇതിൽ പെട്ട തന്നെ പല കളറിലുള്ളുണ്ട്. പച്ച, അങ്ങനെ വേറെ ലൈറ്റ് പച്ചയൊക്കെ ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് സാഫും എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് നടുന്നുണ്ട്. അപ്പോൾ ചെടി ആദ്യം ഒരുപാട് ചെടികളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ വീട് പണിയൊക്കെ ആയപ്പോൾ ഒക്കെ നാശമായി പോയതാണ് കേട്ടോ. അപ്പം ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ഓൺലൈനിൽ നിന്ന് വാങ്ങിയതും പിന്നെ എനിക്ക് അതിൻ്റെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഇതാ ഞാൻ പറഞ്ഞത്, ഉണ്ടായി കഴിഞ്ഞാൽ അതിലും രസം ഉണ്ടാവും.